ഓർത്ത യേശു ഓർത്ത ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് വചനത്തിലൂടെ നാം കയറുകയാണ്. ദ ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 24. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടക്കുന്നു, തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതെ ഇരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു, ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു, സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോട് കൂടെ പാർക്ക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. ഒന്നാമതായി അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരത്തുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും. ആരാണ് ഈ 2 പേർ? അതാദ്യം പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് താഴേക്ക് വരാം. എന്നാലേ ഈ വചന ശുശ്രൂഷ ഞാൻ എന്താണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. നോർമലി പൊതുവെ നമ്മൾ പറയുന്നത് കർത്താവിൻ്റെ 2 ശിഷ്യന്മാർ എന്നാണ്. എന്നാൽ ഞാനിവിടെ ഇവരെ നോക്കുമ്പോൾ ഇവർ യേശുവിനെ അനുഗമിച്ചവരാണ്. ഇവർ കർത്താവിൻ്റെ ശുശ്രൂഷയിലും കർത്താവിൻ്റെ മിനിസ്ട്രിയിലും ഒപ്പം നിന്നവരാണ്. പക്ഷെ യേശു തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ളവരല്ലായിരുന്നു ഇവർ 2 പേർ. ആരാണ് ഈ 2 പേർ? അതിലൊരാളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. വാക്യം 18, ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ. ഒരാളുടെ പേരെന്താണ്? ക്ലെയോപ്പാവ്. അപ്പോൾ ഈ ക്ലെയോപ്പാവിൻ്റെ കൂടെ നടക്കുന്ന, ക്ലെയോപ്പാവിൻ്റെ ഒപ്പം നടക്കുന്ന രണ്ടാമത്തെ വ്യക്തിത്വം, രണ്ടാമത്തെ ആള് ആരാണ്? അത് നമ്മൾ സാധാരണ പഠിപ്പിക്കുന്നത് ക്ലെയോപ്പാവിനോടൊപ്പം മറ്റൊരു പുരുഷനാണ് നടന്നത്, അല്ലെങ്കിൽ മറ്റൊരു ശിഷ്യനാണ് നടന്നത് എന്നുള്ളതാണ്. പക്ഷേ വചന അടിസ്ഥാനത്തിൽ നാം ഇത് മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ക്ലെയോപ്പാവിനോടൊപ്പം രണ്ടാമതുണ്ടായിരുന്ന ആള് ക്ലെയോപ്പാവിൻ്റെ ഭാര്യയാണ്. നമ്മൾ സാധാരണ 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ക്ലെയോപ്പാവിനോടൊപ്പം രണ്ടാമതായി കൂടെ നടന്നയാള് ക്ലെയോപ്പാവിൻ്റെ ഭാര്യയാണ്. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം, നിങ്ങൾക്കൊരു സംശയം. ക്ലെയോപ്പാവ് എന്ന് പറയുന്ന മനുഷ്യന് ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ട്. യോഹന്നാൻ 19:25. യേശുവിൻ്റെ കുരിശിനരികെ
അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയം. ക്ലയോപ്പാവിൻ്റെ ഭാര്യയുടെ പേരെന്നാ? മറിയം. മഗ്ദലക്കാരത്തി മറിയവും നിന്നിരുന്നു. അപ്പോൾ ക്ലയോപ്പാവിൻ്റെ ഭാര്യയായ മറിയം എവിടെ വരെ ഉണ്ടായിരുന്നു? യേശു കർത്താവിൻ്റെ ക്രൂശിന്റെ ചുവട്ടിൽ വരെ ഉണ്ടായിരുന്നു. അപ്പൊ ക്ലയോപ്പാവിൻ്റെ ഭാര്യയായ മറിയം യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട് വരെ വരണമെങ്കിൽ, ഇപ്പൊ ആ സഹോദരി നിൽക്കുന്നത് യേശുവിൻ്റെ അമ്മയായ, അല്ലെങ്കിൽ യേശു കർത്താവിന് ജനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു ഉദരം കണ്ടെത്തിയ, യേശുവിനെ പ്രസവിച്ച മറിയത്തിൻ്റെ അടുത്താണ് ഈ മറിയവും നിൽക്കുന്നത്. ഏത് മറിയം? ക്ലയോപ്പാവിൻ്റെ ഭാര്യയായ മറിയവും. എൻ്റെ ചോദ്യം, ശിഷ്യന്മാർ ഈ സമയത്ത് അവിടെ ഉണ്ടോ? കുരിശിൻ്റെ ചുവട്ടിലുണ്ടോ? അപ്പം വാങ്ങി തിന്നവരുണ്ടോ? അത്ഭുതം കണ്ടവരുണ്ടോ? കൈയടിച്ചവരുണ്ടോ? പാട്ടുപാടിയവരുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞവരുണ്ടോ? ആരേലും ഉണ്ടോ? പക്ഷെ അവിടെയും ക്ലയോപ്പാവിൻ്റെ ഭാര്യയായ മറിയം കുരിശിൻ്റെ ചുവട്ടിലുണ്ട്. നമ്മുടെ ഒരു യഥാർത്ഥ സുഹൃത്തിനെ, യഥാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമഘട്ടങ്ങളിലാണ് ശരിക്കും നമ്മളെ ആരാണ് ഭയങ്കരമായി സ്നേഹിച്ചത്, നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യഘട്ടങ്ങളിൽ നമ്മളെ കരുതിയവർ, നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമഘട്ടങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തവർ, ശരിക്കും അവരെ നമുക്കൊരിക്കലും ഒരു കാലത്തും മറക്കാൻ പറ്റുന്നവരല്ല. ഇപ്പോൾ ക്ലയോപ്പാവിൻ്റെ ഭാര്യയായ പത്രോസ് അവിടെ ഇല്ല, മറ്റ് ശിഷ്യന്മാരവിടെ ഇല്ല, കണ്ണിന് കാഴ്ച കിട്ടിയ തീമായുടെ മകനായ ബർത്തിമായി അവിടെയില്ല, ഉയർത്തെഴുന്നേറ്റ ലാസർ അവിടെയില്ല, നിവർന്നു നിന്ന കൂനയായ സ്ത്രീ അവിടെയില്ല, സൗഖ്യമായ കുഷ്ഠരോഗി അവിടെയില്ല, ബെഥേസ്ദ കുളക്കരയിൽ 38 വർഷം കിടന്നവൻ അവിടെയില്ല. പക്ഷെ അവിടെയും എനിക്ക് ക്ലയോപ്പാവിൻ്റെ ഭാര്യയായ മറിയത്തെ കാണാൻ കഴിയുന്നു. ദൈവം ആരെയാണ് ഓർക്കുന്നത്? നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. എന്നാൽ ആ ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ, ആ സംഭവം കഴിഞ്ഞപ്പോൾ, ലൂക്കോസ് 24:13 എഴുതിയിട്ടുണ്ട്, അന്ന് തന്നെ, ആ വെള്ളിയാഴ്ച തന്നെ, ആ ദിവസം തന്നെ അവരിൽ 2 പേർ, ക്ലയോപ്പാവും തൻ്റെ ഭാര്യയായ ഇവരുടെ വീടിനോട് അടുക്കാറായപ്പോൾ, ഹല്ലേലൂയ, വാക്യം 28-29, അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവർ മുന്നോട്ട് പോകുന്ന, യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളുടെ കൂടെ പാർക്കുക, നേരം അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവർ യേശുവിനെ നിർബന്ധിച്ചു. അവൻ അവരുടെ കൂടെ പാർക്കാൻ ചെന്നു. ഇന്ന് പോകണ്ട, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുക. അപ്പോൾ അതൊരു ഫാമിലി അല്ലേ? ഹല്ലേലൂയ. ഇനി ഇത് വീണ്ടും കുടുംബമാണെന്ന് അറിയാനുള്ളതിൻ്റെ അടുത്തൊരു തെളിവൂടെ തരാം. ഇവർ 2 പേരും, 15-ാമത്തെ വാക്യം, ഇവർ 2 പേരോട് ഒന്നിച്ച് പോകുമ്പോൾ സംസാരിച്ചും തർക്കിച്ചു വഴക്കുണ്ടാക്കിക്കൊണ്ടാ 2 കൂടെ റോഡിൽ കൂടെ പോന്നെ. ഇനിയും തെളിവ് വേണോ? ഹല്ലേലൂയ. ഇവർ 2 പേരൂടെ പോകുമ്പോൾ തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടാണ് പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇവർ 2 പേരും ജെറുസലേം എന്ന പട്ടണത്തിൽ നിന്നും, ആ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ജെറുസലേം എന്ന പട്ടണത്തിൽ നിന്നും എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്കാണ് ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ജെറുസലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോകണമെങ്കിൽ 7 മൈലുണ്ട്. 7 മൈൽസ്, 7 മൈൽ ദൂരം എന്ന് പറഞ്ഞാൽ 11 കിലോമീറ്റർ ഉണ്ട്. ഈ 11 കിലോമീറ്ററാണ് ഇവർ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക്. ആരാധന നടക്കുന്നത് ജെറുസലേമിലാണ്, ആരവങ്ങളും ആൾക്കൂട്ടവും ഉള്ളത് ജെറുസലേമിലാണ്. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന സ്ഥലം ജെറുസലേമാണ്. പുരോഹിതന്മാർ പാർക്കുന്ന ഇടം ജെറുസലേമാണ്. ദൈവത്തിൻ്റെ നഗരമെന്ന് വിളിച്ച സ്ഥലം ജെറുസലേമാണ്. ദൈവമഹത്വം ഇറങ്ങിയ ഇടം ജെറുസലേമാണ്. ഇത്രയും മഹത്വകരമായ, അനുഗ്രഹീതമായ,
ആത്മനിറവുള്ള, ആത്മസാന്നിധ്യമുള്ള ഒരു പട്ടണം വിട്ടിട്ട് ഒരു ഗ്രാമമായ എമ്മൗസിലേക്ക് ഇവർ പോകണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ഹൃദയത്തിൽ എന്തോ വല്ലാതെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തോ വല്ലാതെ അവരെ ഉലച്ചിട്ടുണ്ട്. ജെറുസലേം പട്ടണം നിൽക്കുന്നത് വലിയ ഒരു ഉയർച്ചയിലാണ്, ഹൈറ്റിലാണ്. ദൈവത്തിന്റെ പർവ്വതം എന്നതിനെ വിളിക്കുന്നു. വലിയ ഒരു പർവ്വത നിര നമുക്കവിടെ കാണാൻ കഴിയുന്നു. ജെറുസലേം പട്ടണം ഇപ്പോഴും ഒരു ഉയർന്ന പ്രതലത്തിൽ നിൽക്കുന്ന പട്ടണമാണ്. ആ ഉയർച്ചയിൽ നിന്ന് ഇവർ താഴ്ചയിലേക്ക് പോകുകയാണ്. ആരാധനയിൽ നിന്ന് അവർ പിന്മാറ്റത്തിലേക്ക് പോകുകയാണ്. ആലയങ്ങളെ വിട്ട് വീട്ടിലേക്ക് സഞ്ചരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോകുന്ന, നന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകുന്ന, വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോകുന്ന, സന്തോഷത്തിൽ നിന്ന് വാടിയ മുഖത്തിലേക്ക് പോകുന്ന, തകർന്നുലഞ്ഞ ആ കുടുംബം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, യേശു താനും അവരോട് കൂടെ ചേർന്ന് നടന്നു. യേശു താനും അവരോട് കൂടെ ചേർന്ന് നടന്നു. ഇത് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാഴ്ചയാണ്. എന്താണ് ഈ കുടുംബത്തിന്റെ പ്രശ്നം? നമുക്കറിയാം, ആ വാക്യങ്ങൾക്കകത്ത് വളരെ വ്യക്തമായി ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് അവർക്ക് യേശുവാണെന്ന് വെളിപ്പെടുത്താതെ അവരറിയാതെ അവരോടൊപ്പം യേശു നടക്കുകയാണ്. അവരറിയാതെ അവരോടൊപ്പം കർത്താവ് സഞ്ചരിക്കുകയാണ്. യേശു ചേർന്ന് നടക്കുകയാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വലിയൊരു പ്രതിസന്ധിയിലാണ്, വലിയൊരു പ്രതികൂലത്തിലാണ്. കാരണം യേശു ക്ലയോപ്പാവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ വാടിയ മുഖത്തോടെ നിൽക്കുന്നത്? വാക്യം 17, അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു. അവനല്ല, അവർ രണ്ടുപേരും. അവർ എന്ന് പറഞ്ഞ രണ്ടുപേരാണോ? അവർ വാടിയ മുഖത്തോടെ നിന്നു. ഈ മനസ്സിനകത്ത വിഷമം ആദ്യം കാണുന്നത് മുഖത്താണ്. മനസ്സിനകത്ത സന്തോഷവും ആദ്യം കാണുന്നത് മുഖത്താണ്. അപ്പൊ ഹൃദയത്തിലെ എന്തോ ഒരു നിരാശയാണ് മുഖത്തുണ്ടായ വാട്ടം, വാടിയ മുഖം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ എൻ്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നു, നിങ്ങളുടെ വാടിയ മുഖങ്ങൾ മാറാൻ പോകുകയാണ്. എപ്പോഴും ഡൗണായി ചിരിക്കാൻ കഴിയാത്ത, സന്തോഷിക്കാൻ കഴിയാത്ത, ആനന്ദിക്കാൻ കഴിയാത്ത നിങ്ങളുടെ വാടിയ മുഖങ്ങളെ യേശു മാറ്റുകയാണ്. എന്താണ് ഇവരുടെ നിരാശയുടെ കാരണം? എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മുഖത്തൊരു വാട്ടമുണ്ടെങ്കിൽ മനസ്സിനൊരു വിഷമമുണ്ട്. മുഖത്തൊരു സന്തോഷം ഉണ്ടെങ്കിൽ മനസ്സിൽ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. എന്താണ് ഇവരുടെ മുഖം വാടിയിരിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിന്റെ കാരണം? ആ കാരണം ഈ ഉയർത്തെഴുന്നേറ്റ് കൂടെ നടക്കുന്നത് യേശുവാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല. യേശുവാണെന്നറിയാതെ മൂന്നാമതേതോ ഒരുവനാണെന്ന് ചിന്തിച്ച് അവർ യേശുവിനോട് പറയുകയാണ്. 19 വാക്യം, ഏത് എന്നവൻ അവരോട് ചോദിച്ചതിന് 18, ക്ലയോപ്പാവ് എന്ന പേരുള്ളവൻ, ജെറുസലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ? അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചു, അവിടെ ഉണ്ടായ സംഭവം. Are you with me? Yes. Amen. Hallelujah. Hallelujah. ആ സംഭവമാണ് അവരെ ഡൗൺ ആക്കിയത്. പുള്ളി ചോദിക്കുകയാണ് യേശുവിനോട്, അപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ? അങ്ങ് ജെറുസലേമിൽ സകലർക്കും കൊള്ളാവുന്നവനായ 19 വാക്യത്തിലാണ് പുള്ളി അത് പറയുന്നേ. ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ഭയങ്കര ശക്തിയുള്ള പ്രവാചകനായിരുന്ന
നസ്രയനായ യേശുവിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. Amen. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും കൂടെ ചേർന്ന് അവനെ മരണവിധിക്കേൽപ്പിച്ചു, അവനെ ക്രൂശിച്ചു കളഞ്ഞു. 21 വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങളോ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യയുമോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെ നാശിച്ചിരുന്നു. അത്രയല്ല, ഇതിപ്പോ സംഭവിച്ചിട്ട് 3 നാൾ കഴിയുന്നു. Amen. ഹല്ലേലൂയ. Hallelujah. 3 നാൾ കഴിയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. Thank you, Jesus. ഉടനെ ക്ലെയോപ്പാവിന്റെ ഭാര്യ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ, എൻ്റെ ചില കൂട്ടുകാരികൾ രാവിലെ കല്ലറയ്ക്കൽ പോയി. അവന്റെ ശരീരം അവിടെ കാണുന്നില്ല, കാണാതെ മടങ്ങി വന്നിരിക്കുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. എൻ്റെ കൂട്ടുകാരികളായ മറിയവും മഗ്ദല മറിയവും കൂട്ടരും രാവിലെ കല്ലറയ്ക്കൽ പോയിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, അവൻ്റെ ശരീരം അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. പക്ഷെ ക്ലെയോപ്പാവ് പിന്നെ കൺഫ്യൂഷനാണ്. വാടിയ മുഖത്തോടെ അവൻ നിൽക്കുകയാണ്. കാരണം ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. ഞാൻ ആശിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ ആശ നഷ്ടപ്പെടുന്നിടത്താണ് നിരാശ ഉണ്ടാകുന്നത്. Amen. എന്തുകൊണ്ട് ക്ലെയോപ്പാവിന്റെ മുഖം വാടിയിരിക്കുന്നു? ആശിച്ച കാര്യമല്ല നടന്നത്. വാക്കിലും പ്രവൃത്തിയിലും വെളിപ്പെട്ട ശക്തി, പ്രവചനങ്ങളുടെ വീര്യം, ഇത്രയും വലിയ അത്ഭുതം, ഇതെല്ലാം കണ്ടപ്പോൾ ഇവരൊരിക്കലും ചിന്തിച്ചതല്ല യേശു കർത്താവിനെ വസ്ത്രരഹിതനായി വഴിയിലൂടെ വലിച്ചിഴയ്ക്കുമെന്നും പല പല കോടതികൾ മാറി മാറി വിധിക്കുമെന്നും ക്രൂശിൽ തറയ്ക്കുമെന്നും മുൾക്കിരീടം വയ്ക്കുമെന്നും ആണികൾ അടിച്ചു കയറ്റുമെന്നും വിലാപ്പുറത്ത് കുത്തുമെന്നും അവർ കൊന്നുകളയുമെന്നും തീർത്തുകളയുമെന്നും ഇവരൊരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. Amen. I am coming to you, I am prophesying to you, some people here. ഞാൻ ആശിച്ച കാര്യം ഞാൻ ആശിച്ചതുപോലെ സംഭവിക്കാതിരിക്കുമ്പോൾ എൻ്റെ അകത്തൊരു നിരാശ വെളിപ്പെടും. എന്നെ കാണുന്ന വ്യക്തികളുടെ ഉള്ളത്തിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിക്കാതിരുന്ന കാരണങ്ങൾ കൊണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുന്ന നിരാശ, നിന്റെ അകത്ത് വെളിപ്പെടുന്ന വേദന നിന്റെ മുഖത്ത് പ്രതിബിംബിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ഓർക്കാൻ പോകുകയാണ്. ദൈവം നിന്നെ ഓർക്കാൻ പോകുകയാണ്. I receive it. I am coming to you. Amen. I am coming to you. Yes. Amen. ഞാൻ എന്തുകൊണ്ടാണ് റിമെമ്പർ, ദൈവം നിന്നെ ഓർക്കാൻ പോകുകയാണ് എന്ന വാക്ക് ഉപയോഗിച്ചത്? യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് തന്നെ ഈ കുടുംബത്തിന്റെ കൂടെ നടക്കുകയാണ് ക്രിസ്തു. Amen. എത്ര കിലോമീറ്ററാ? 11 കിലോമീറ്റർ. 7 മൈൽ. 7 മൈൽ. Yes. ഹല്ലേലൂയ. Hallelujah. ഈ കുടുംബത്തിന്റെ കൂടെ യേശു നടക്കുകയാണ്. 11 കിലോമീറ്റർ ഒരു കുടുംബത്തിന്റെ കൂടെ കാൽനടയായി നടക്കണമെങ്കിൽ കുറഞ്ഞതൊരു 2 മണിക്കൂറേലും വേണോ? Yes. 2, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കിക്കുന്ന, വാദിക്കുന്ന, സംസാരിക്കുന്ന, പിറുപിറുക്കുന്ന, ദുഃഖത്തോടെ പറയുന്ന സകല നന്മയുടെയും തിന്മയുടെയും നിരാശയുടെയും വാക്കുകളെ യേശു താനും ചേർന്ന് നടന്ന് ഈ കോൺവെർസേഷൻ മുഴുവൻ കേൾക്കുകയാണ്. ഇന്നിന്റെ പ്രശ്നം എന്താ? ഇന്നിന്റെ പ്രശ്നം എന്നെ കേൾക്കാൻ എനിക്ക് ആരുമില്ലെന്നുള്ളതാണ്. Yes. ഇന്നിന്റെ പ്രശ്നം എന്നാ? എൻ്റെ പ്രയാസം കേൾക്കാൻ എനിക്ക് ആരും ഇല്ലെന്നുള്ളതാണ്. ഇന്നത്തെ വിഷയം എന്നാ? എനിക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ ഒരു വ്യക്തിയില്ലെന്നുള്ളതാണ്. ഇന്നിന്റെ പ്രശ്നം എന്നാ? ഞാൻ ആ വ്യക്തിയോട് തുറന്ന് സംസാരിച്ചാൽ എൻ്റെ രഹസ്യങ്ങളെ അവൻ പരസ്യമാക്കാതെ അത് പരിഹരിക്കും എന്ന എൻ്റെ ആവശ്യമാണ്. ഞാൻ ഒന്നും കൂടെ നിൽക്കുകയാണ്. ഇന്നിന്റെ പ്രശ്നം എന്നെ കേൾക്കാൻ എനിക്ക് ആരുമില്ല. Yes.
രണ്ട്, എന്നെ ഒരുത്തൻ കേൾക്കാൻ തയ്യാറായാൽ ഞാൻ അവനോട് പറയുന്ന കാര്യം അവൻ പരസ്യമാക്കുകയില്ല എന്ന ഉറപ്പില്ല. മൂന്ന്, ഞാൻ ആ വ്യക്തിയോട് അത് തുറന്നു പറഞ്ഞാൽ അവൻ അത് പരിഹരിക്കുവാൻ കഴിവുള്ളവനല്ല എന്നെനിക്കറിയാം. പക്ഷേ നിന്നെ കേൾക്കാൻ, അത് പരിഹരിക്കാൻ, ആ വിഷയത്തെ കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് പരിഹരിക്കാൻ, അത് ക്ലിയർ ചെയ്യാൻ, നിനക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്റെ അടുക്കൽ വന്നിരിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നിനക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറയാം. എന്നെ കേൾക്കാൻ എനിക്കൊരു കർത്താവുണ്ട്. ഞാനൊരു രഹസ്യം പറഞ്ഞാൽ അത് പരസ്യമാക്കാത്തൊരു ദൈവം എനിക്കുണ്ട്. ഞാനൊരു വിഷയം മുന്നോട്ട് വെച്ചാൽ അത് പരിഹരിക്കാൻ കഴിയുന്നൊരു ദൈവം എനിക്കുണ്ട്. നിന്റെ മുഖം വാടുമ്പോൾ നീ വിളിക്കാതെ നിന്റെ അരികിൽ വരാൻ. നിങ്ങൾ ആ കാഴ്ച ഇവിടെ കാണുന്നുണ്ടോ? അവര് വിളിച്ചിട്ടാണോ യേശു വന്നേ? പറ, അവര് വിളിച്ചിട്ടാണോ വന്നേ? നിന്റെ മുഖം വാടുമ്പോൾ നീ ഒരു പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ, ഓ, അനുഭവിച്ചവർ കൈയടിച്ചാ മതി, അനുഭവിച്ചവർ ആരാധിച്ചാ മതി, അനുഭവിച്ചവർ സ്തുതിച്ചാ മതി, അനുഭവിച്ചവർ ദൈവത്തിന് നന്ദി കൊടുത്താൽ മതി. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. നോക്കി, യേശു താനും നടന്നെന്നാണോ ചേർന്ന് നടന്നെന്നാണോ? കൂടെ നടക്കുന്നതും ചേർന്ന് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? എനിക്കൊരാളുടെ കൂടെ നടക്കാനും പറ്റും, എനിക്കൊരാളോട് ചേർന്ന് നടക്കാനും പറ്റും. Amen. Amen. Hallelujah. 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 യേശു താനും ചേർന്ന് നടന്നു. Amen. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. Amen. ഈ കർത്താവ് ഇപ്പം നടക്കുന്നത് ഈ ബന്ധത്തിനകത്തൊരു ഗ്യാപ്പ് ഇല്ലാതെയാണ്. Yes. Amen. Amen. മനസ്സിലാവുന്നോ? Yes. കൂടെ നടക്കുന്നതും ചേർന്ന് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഇവർ നിരാശരാണ്. ക്ലെയോപ്പാവും ഭാര്യയുടെ മുഖത്തും വാക്കിലും അതുണ്ടെന്നേ, പ്രിയപ്പെട്ടവരെ, അതുണ്ടെന്നേ. നിങ്ങൾക്കറിയാവോ, ഈ നിരാശയുടെ വിടവുകൾക്കകത്താണ് സാത്താൻ കയറുന്നത്. Yes. വെയിറ്റ്, ഒരു മനുഷ്യൻ ആശിച്ച കാര്യം നടക്കാതെ വരുമ്പോഴാണ് അവന് നിരാശ ഉണ്ടാകുന്നത്. അപ്പൊ നിരാശ വരുമ്പോൾ സ്വാഭാവികമായി പിശാചിന് കയറാൻ ഒരു വിടവ് അവിടെ ഉണ്ടാകും. ദൈവം ഇല്ലെന്ന് ചിന്തിപ്പിക്കാൻ ഒരു വിടവ്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എവിടെ എന്ന് ചോദിക്കാൻ ഒരു വിടവ്, ഞാൻ ഇത്രയും കിടന്ന് ദൈവത്തെ സേവിച്ചിട്ട് എനിക്കും എൻ്റെ പിള്ളേർക്കും എന്താ ഇങ്ങനെ ഉണ്ടായത് എന്ന് ചോദിക്കാൻ ഒരു വിടവ് നിരാശയുടെ ഇടയിൽ ഉണ്ടാകും. ആശിച്ചത് നടക്കാതെ വരുമ്പോൾ ഉണ്ടാകും. പക്ഷേ ആ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ആ നിരാശയുടെ വിടവുകളെ അടച്ച് യേശു താനും അവരോട് കൂടെ ചേർന്ന് നടന്നു. ഞാൻ സഭയോട് പറയുന്നു, ഓൺലൈനിൽ കാണുന്നവരോട് പറയുന്നു, നിന്റെ നിരാശകൾ തകർന്നു പോകാൻ, നിന്റെ അകത്ത് പ്രത്യാശ ഉണ്ടാകാൻ നീ കർത്താവിനോട് പറ്റിയിരിക്കുക, നീ ദൈവത്തോട് ചേർന്നിരിക്കുക, നീ അവന്റെ വചനത്തോട് ചേർന്നിരിക്കുക, നീ അവന്റെ സാന്നിധ്യം ചേർന്നിരിക്കുക. ഈ സമയങ്ങൾ കഴിഞ്ഞു പോകും, ഈ സാഹചര്യങ്ങൾ കഴിഞ്ഞു പോകും. Your time has come. നിന്റെ
നിന്റെ സമയം വരും. We receive it. I receive it. I'm telling truth. Yes. Amen. ഉദ്ദേശിച്ച ആഗ്രഹിച്ച ആ ജോലി കിട്ടിയില്ല. ഉദ്ദേശിച്ച ആഗ്രഹിച്ച ആശിച്ച ജോലി കിട്ടാതെ വരുമ്പോൾ നിരാശ വരും. Yes. അതെൻ്റെ മുഖത്ത് വെളിപ്പെടും, എൻ്റെ വാക്കിൽ വെളിപ്പെടും, എൻ്റെ ആറ്റിറ്റ്യൂഡിൽ വെളിപ്പെടും. എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരുന്നവൻ അതറിയും. എൻ്റെ അടുത്ത് മിണ്ടുന്നവനും അടുക്കുന്നവനും എല്ലാം എൻ്റെ അകത്ത വിഷമം മനസ്സിലാവും. കാരണം എല്ലാവരെയും വേദനിപ്പിച്ചേ നീ വിടത്തുള്ളൂ. കാരണം മുറിഞ്ഞു നിൽക്കുന്നവൻ മുറിച്ചിരിക്കും, പിണങ്ങി നിൽക്കുന്നവൻ പിണക്കിയിരിക്കും. നിരാശകൾ വരുമ്പോൾ അത് മുഖത്ത് പ്രതിബിംബിക്കും. പൈശാചികമായ തീരുമാനങ്ങൾ എടുക്കും. അപ്പൊ ഈ ക്ലെയോപ്പാവും ഭാര്യയും അവർ പ്രതീക്ഷിച്ചാൽ യേശു മരിക്കത്തൊന്നുമില്ല, അവൻ ദൈവമാണ്, പ്രവാചകനാണ്, ഭയങ്കര പവർഫുൾ മിനിസ്റ്ററാണ്, കർത്താവിന് അങ്ങനൊന്നും സംഭവിക്കുകയില്ല എന്ന് ചിന്തിച്ചിരുന്നവർക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത കാഴ്ചകളാണ് അവർ കണ്ടത്. വലിച്ചഴച്ചുകൊണ്ട് പോകുന്നു, വസ്ത്രം അഴിച്ച് തെരുവിലൂടെ നടത്തുന്നു, അടിക്കുന്നു, തുപ്പുന്നു. പെട്ടെന്ന് ഈ കാഴ്ചകൾ, ഈ രംഗങ്ങൾ, ആ മരണം, ആ സംഭവം അവരെ ഡിപ്രസ്ഡ് ആക്കി. ആത്മാവിൽ ഞാൻ സംസാരിക്കുന്നു. ഏതെങ്കിലും സംഭവങ്ങൾ നിന്നെ ഡിപ്രസ്ഡ് ആക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും സംഭവങ്ങൾ നിന്നെ ഡൗൺ ആക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ആ വിടവിലേക്ക് യേശു കയറുകയാണ്. ഇപ്പോൾ ആ വിടവിലേക്ക് യേശു കയറുകയാണ്. In the name of Jesus. In the mighty name of Jesus. I receive it. The mighty name of Jesus. കർത്താവിന് ഇവരെ കുറിച്ച് പദ്ധതിയുള്ള കുടുംബമായതുകൊണ്ട്, ഒരു വാഗ്ദത്തമുള്ള കുടുംബമായതുകൊണ്ട്, നിരാശയുടെ വിടവുകളിലൂടെ സാത്താൻ കയറി അവരെ തകർത്ത് കളയാതിരിക്കാൻ യേശു താൻ അവരോട് കൂടെ ചേർന്ന് നടന്നു. ഇവര് പറയുന്നത് മുഴുവൻ കേട്ടു. ഇവരുടെ എല്ലാ കോൺവെർസേഷനും അവരറിയാതെ കർത്താവ് ശ്രദ്ധിച്ചു. God is listening all your conversations. ദൈവം നിന്റെ എല്ലാ സംഭാഷണങ്ങളെയും ശ്രദ്ധിക്കുന്നു. ദൈവം നിന്റെ എല്ലാ ഇടപാടുകളെയും ശ്രദ്ധിക്കുന്നു. ദൈവം നിന്റെ നടപ്പും കിടപ്പും അറിയുന്നു. നീ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും അവൻ അറിയുന്നു. കർത്താവ് നിന്റെ എല്ലാ ചലനങ്ങളെയും അറിയുന്നു. എല്ലാ ചലനങ്ങളെയും. ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോയ കുടുംബത്തോട് കൂടെ യേശു ചേർന്ന് നടന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം, നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഓർത്തവനെ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഓർത്തവനെ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഓർത്തവനെ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ കരുതിയവനെ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ മാനിച്ചവനെ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറക്കരുത്. എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ നിന്റെ ദയ എന്നേക്കുമുള്ളത്. എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ വിളിക്കാതെ, ഞാൻ ഈ പരിഭവമൊക്കെ ആയിട്ട് എന്നോടെന്താ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തേ, ഇങ്ങനെയൊക്കെ കാണിച്ചേ എന്നാ എന്നൊക്കെ ഭയങ്കര പരിഭവങ്ങളുമായി ഞാൻ ഇരുന്നപ്പോൾ പോലും എൻ്റെ കിടക്കയുടെ അരികിൽ അവൻ വന്നിരുന്ന് എൻ്റെ കണ്ണുനീരിനെ അവൻ തുടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ
എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും ഞാൻ സംസാരിക്കുന്നു, പരിശുദ്ധാത്മ സംസാരിക്കുന്നു. എന്തെങ്കിലും എവിടെങ്കിലും ഒരു നിരാശ നിങ്ങളുടെ അകത്ത് വരുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആശിച്ചതെല്ലാം നടക്കണമെന്നില്ല. നോ, നെവർ. ദൈവഹിത പ്രകാരമുള്ളതേ നടന്നെന്ന് വരുള്ളൂ. പക്ഷെ അത് നടക്കാതെ വരുമ്പോൾ നിരാശയുടെ രൂപത്തിൽ സാത്താൻ നിങ്ങളെ അകത്ത് വന്ന് ഉപദ്രവിക്കുവാനും സ്വാധീനിക്കാനും ദൈവത്തെ പഴി പറയാനും സംശയിപ്പിക്കാനും എല്ലാം മറന്നിട്ട് അങ്ങ് ഡൗൺ ആക്കി കളയാനും ശ്രമിക്കുമ്പോൾ, ആ സമയത്ത് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തീർനിവാസത്തിന്റെ മറവിൽ അവൻ എന്നെ മറയ്ക്കും. ഞാൻ ഓടിച്ചെന്ന് ആ ഗോപുരത്തിലേക്ക് ഓടിച്ചെന്ന് അവനിൽ അഭയം പ്രാപിക്കുക. Thank you, Jesus. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. യേശുദാനം അവരോട് കൂടെ ചേർന്ന് നടന്നു. I want to prophesy to some people here. Yes. Amen. Yes. But ദൈവം ഈ വചനത്തിലൂടെ വളരെ ആഴമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. 16-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അറിവിത്മേ, കർത്താവിന് കണ്ണ് തുറക്കാൻ പറ്റും, കർത്താവിന് ചില കണ്ണുകൾ നിരോധിക്കാൻ പറ്റും. ഇത് യേശു ആണെന്ന് അവരറിഞ്ഞാൽ പിന്നെ അവർ പ്രൈസ് ലോർഡല്ലേ പറയുള്ളൂ. ആരെല്ലാം കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ വഴക്കൊല്ലം ഉണ്ടാക്കുവോ? ഈ തമ്മിൽ വാദിക്കുവോ? തർക്കിക്കുവോ? നിരാശ കാണിക്കുവോ? ഇല്ല. എപ്പോഴും എൻ്റെ ദൈവത്തിന് എന്നിലെ ആ യഥാർത്ഥ മനുഷ്യനെയാണ് ഇഷ്ടം. എൻ്റെ അകത്തിരിക്കുന്ന ആ അഭിനേതാവിനെ അല്ല ദൈവത്തിന് ഇഷ്ടം. എപ്പോഴും ദൈവത്തിന് കേൾക്കാൻ ഇഷ്ടം, കാണാൻ ഇഷ്ടം, ശ്രദ്ധിക്കാൻ ഇഷ്ടം റിയലായ എന്നെയാണ്. That word is important. അവരഭിനയിക്കാതിരിക്കാൻ, കൂടുതൽ പ്രൈസലോട് പറയാതിരിക്കാൻ, അവരുടെ വിഷമവും നിരാശയെല്ലാം പറയാൻ വേണ്ടി യേശു അവരുടെ കണ്ണ് നിരോധിച്ചു. പക്ഷെ കൂടെ നടക്കുകയാണ്. ഞാനൊരു ചോദ്യം, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ ഒരു കർത്താവ് എന്നോട് സംസാരിച്ച ഭയങ്കര ഒരു സത്യമാണിത്. ഈ 11 കിലോമീറ്റർ ഇവരുടെ കൂടെ നടക്കുന്ന കർത്താവ് ഇവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു. ഇവരുടെ വീടിനോട് അടുക്കാറായപ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുന്നു, അവരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുന്നു, അവരെ തിരിച്ച് ജെറുസലേമിൽ എത്തിക്കുന്നു. എൻ്റെ ചോദ്യം, കർത്താവേ, ഈ ഫാമിലിയോട് നിനക്ക് ഇത്രയും കൺസേൺ എന്താ? എന്നാന്നറിയോ ഇത് സംഭവിച്ചത്? യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ അന്ന് ഏതോ ഒരു വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ട് പത്രോസും യാക്കോബും യോഹന്നാനും. ടീമെല്ലാം കൂടെ ഇവിടെ ഒളിവില, ആരും മിണ്ടുന്നില്ല. അവരെ എല്ലാം വിട്ടേച്ച് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്ത എല്ലാ പ്രോഗ്രാമും മാറ്റി വെച്ചിട്ട് കർത്താവ് എന്തിനാ ഈ 11 കിലോമീറ്റർ ഉയർത്തെഴുന്നേറ്റതിൻ്റെ അന്ന് ഇവരുടെ കൂടെ നടക്കുന്നേ? എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞ എന്നാന്നറിയോ? മോനെ, എൻ്റെ കഷ്ടതയിൽ, എൻ്റെ വേദനയിൽ, എൻ്റെ ക്രൂശീകരണത്തിൽ, ഞാൻ ക്രൂശിൽ പിടയുന്ന നേരത്ത്, ഞാൻ സൗഖ്യമാക്കിയ ഒരു മുഖങ്ങളും ഞാൻ കാണാതിരിക്കുമ്പോഴും, എൻ്റെ അരികിൽ വന്ന അനുഗ്രഹം പ്രാപിച്ച പലരെയും ഞാൻ കാണാതിരിക്കുമ്പോഴും, കുരിശിന്റെ ചുവട്ടിലും എൻ്റെ കഷ്ടതയിലും എൻ്റെ സഹനങ്ങളിലും എൻ്റെ വേദനകളിലും എന്നോടൊപ്പം നിന്ന
Amen. ക്ലയോപ്പാവിന്റെ ഭാര്യയെയും Yes. ക്ലയോപ്പാവിന്റെ കുടുംബത്തെയും Amen. അവരുടെ നിരാശയിൽ, അവരുടെ വേദനയിൽ ഞാൻ മറക്കുന്ന ദൈവമല്ല. Amen. Hallelujah. അവരുടെ നിരാശയിൽ, അവരുടെ വേദനയിൽ ഞാൻ മറക്കുന്ന ദൈവമല്ല. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു. Yes. നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? Yes. അവന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? Amen. നീ ദൈവദാസന്മാരെ ബഹുമാനിച്ചിട്ടുണ്ടോ? Amen. നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? Amen. നീ എന്തെങ്കിലും ദൈവരാജ്യത്തിൽ ചെയ്തിട്ടുണ്ടോ? Amen. മറന്നു കളയാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. Hallelujah. God will remember you. Amen. I receive it. God will Rashatara. remember you. I receive. Amen. യേശു താനും അവരുടെ കൂടെ നടക്കുന്നു. പത്രോസില്ല, യാക്കോബില്ല, യോഹന്നാനില്ല, കാനായിലെ നഥനയിലില്ല, തോമസ് ഇല്ല, ആരില്ല, ഒരുത്തനും ഇല്ല, അന്ത്രയോസില്ല, ആരില്ല. യേശു താനും അവരുടെ കൂടെ ചേർന്ന് നടക്കുന്നു. Amen. കർത്താവിൻ്റെ വേദനയിൽ, കർത്താവിൻ്റെ ആവശ്യത്തിൽ, കർത്താവിൻ്റെ പ്രതിസന്ധിയിൽ, കുരിശിൻ്റെ ചുവട്ടിലും യേശുവിനോടൊപ്പം നിന്ന ആ പ്രിയ കുടുംബത്തെ അവരുടെ വേദനയിൽ, അവരുടെ നിരാശയിൽ യേശു അവരെ തിരിച്ചു പിടിക്കുകയാണ്. Yes, yes. Amen. നോക്കിയേ, ഒരു സഭായോഗം പോലും മുടക്കാതെ നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ വന്നോ? നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുത്തോ? നിനക്കൊരു കൊച്ചയുള്ളായിരുന്ന ആ കുഞ്ഞിനെ നീ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചോ? നിന്റെ ആരോഗ്യം, നിന്റെ സമയം, നിന്റെ ജീവിതം നീ ദൈവത്തിനായോ തൻ്റെ രാജ്യത്തിനായോ നീ നിക്ഷേപിച്ചോ? Amen. ഒരിക്കലും 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 മനുഷ്യന് കൊടുത്തത്, മനുഷ്യന് കൊടുത്തത്, മനുഷ്യന് ചെയ്തത് Yes. മനുഷ്യൻ മറക്കും. Yes. പക്ഷെ തമ്പുരാന് വേണ്ടി നീ ഒരു കുഞ്ഞു വിരളെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ Amen. അവൻ മറക്കുന്ന ദൈവമല്ല. Hallelujah. അവൻ ഓർത്തു വെച്ച് നിന്നെ അനുഗ്രഹിക്കും. Amen. അവൻ ഓർത്തു വെച്ച് നിന്നെ അനുഗ്രഹിക്കും. Amen. അവൻ ഓർത്തു വെച്ച് നിന്നെ അനുഗ്രഹിക്കും. Amen. Hallelujah. Hallelujah. Amen. എൻ്റെ നാമത്തിൽ ഈ ഭൂമിയിൽ നീ എന്തെങ്കിലും വിട്ടുകളഞ്ഞാൽ സ്വർഗത്തിൽ മാത്രം തരുവെന്നല്ല എഴുതിയിരിക്കുന്നേ, Amen. ഈ ലോകത്തിലും Yes. വരുവാനുള്ള ലോകത്തിൽ Yes. Amen. നിനക്കത് 100 മടങ്ങായി Amen. തിരിച്ചു തരുമെന്നാണ്. Yes. Amen. Hallelujah. Hallelujah. ഇത്രയും ഗ്യാരണ്ടി തന്ന Yes. വിശ്വസ്തനായ ഒരു ബോസ്, Yes. my boss Amen. is a Jewish carpenter. Yes. His name is Jesus Christ. Jesus Christ. ഇത്രയും ശക്തനായ ഒരു ബോസ്, Yes. ആ ബോസിന്റെ കീഴിൽ പണിയെടുക്കാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം, Amen. ആ ബോസിന് വേണ്ടി അധ്വാനിക്കാൻ Hallelujah. ഈ ലോകത്തിലും Amen. വരാനുള്ള ലോകത്തിലും Amen. അവിടെ കൊണ്ടുപോയി മാത്രം അനുഗ്രഹിക്കുന്നല്ല, ഇവിടെയും നിന്നെ അനുഗ്രഹിക്കുന്ന. Hallelujah. ഇപ്പം നീ ഒന്നും കണ്ടില്ലെന്ന് വരാം, നീ പ്രതീക്ഷിക്കുന്നത് പോലെ പലത് സംഭവിച്ചില്ലെന്ന് വരാം, പക്ഷെ എന്റെ കർത്താവ് നിന്നെ തിരിച്ചു പിടിച്ചിരിക്കും, നിന്നെ മാനിച്ചിരിക്കും, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും. I receive it. I am proud. Yes. Hallelujah. I am serving my Jesus. Amen. Me and my family serving Yes. Yes. my Lord Jesus. Amen. റേച്ചലിനെ ഓർത്ത കർത്താവ്, ഹന്നായെയും എൽക്കാനെയും ഓർത്ത കർത്താവ്, Yes. അബ്രഹാമിനെ ഓർത്ത കർത്താവ്, Amen. നോഹയെ ഓർത്ത കർത്താവ്, Amen. ക്ലയോപ്പാവിനെയും തന്റെ ഭാര്യയായ മറിയത്തെയും Yes. ഓർത്ത കർത്താവ് Amen. നിങ്ങളെയും ഓർക്കും. Amen. Yes. Hallelujah. Amen. Amen. അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നു, ദൈവത്തിന് വേണ്ടിയോ തൻ്റെ രാജ്യത്തിന് വേണ്ടിയോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം മറന്നു കളയില്ല. Amen. 28, 29
വായിക്കാം. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഓക്കെ, തൊട്ടു മുകളിൽ യേശു അവരോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. 27-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളുടെ കൂടെ പാർക്കാം, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് അവർക്ക് കൊടുത്തു. ഇവർ ഒന്നിച്ച് സംസാരിച്ച് നടക്കുമ്പോൾ ഇവരുടെ ഗ്രാമത്തോടടുത്തു, ഇവരുടെ വീടിനോടടുത്തു. അവരുടെ പട്ടണത്തിലെത്തിയപ്പോൾ, അവരുടെ വീടടുത്തപ്പോൾ അവരുടെ വീട്ടിലേക്ക് അവർ ടേൺ ചെയ്തു, അവർ തിരിഞ്ഞു. ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, യേശു മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഇതുവരെ കൂടെ നടന്നതാണ്, ഇതുവരെ ഒപ്പം സംസാരിച്ചതാണ്. പക്ഷേ അവരുടെ വീട്ടിലോട്ട് അവർ തിരിഞ്ഞപ്പോൾ കൂടെ നടന്ന മൂന്നാമനായ ക്രിസ്തു മുൻപോട്ട് പോയതല്ല. നിന്നെ വിട്ടിട്ട് പോകാൻ അവന് മനസ്സില്ല, അവൻ പോകുകയില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെല്ലാ കാലത്തും യേശുവിനുള്ള ഒരു കണ്ടീഷനാണ്. അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. 28-9 വാക്യത്തിൽ പറയുന്നു, അവരോ ഞങ്ങളുടെ കൂടെ പാർക്കാ, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു, അല്ലെങ്കിൽ വിളിച്ചു. അവരുടെ കൂടെ പാർക്കാൻ ചെന്നു. യേശുവിന് മാത്രമുള്ള എൻ്റെ കർത്താവ് ഭയങ്കര ഡീസന്റ് ആണ്. വിളിക്കാത്തടുത്ത് പോകാറില്ല. വിശ്വസിക്കാത്തവന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാറുമില്ല. അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. വേണേ അങ്ങ് കൂടെ കയറി പോയാ പോരായിരുന്നോ? ഇല്ലില്ല. കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടും, പക്ഷേ എന്റെ ശബ്ദം കേട്ട് നീ വാതിൽ തുറക്കണം. ഖാനാവിലെ കല്യാണത്തിൽ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു, വിളിച്ചു. വിളിക്കാത്തടുത്ത് പോകാറില്ല, വിശ്വസിക്കാത്തവന് വേണ്ടി പ്രവർത്തിക്കാറില്ല. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് യേശുവേ ഒന്ന് വാ തുറന്ന് വിളിച്ചാൽ, ശബ്ദമുയർത്തി ഒന്ന് വിളിച്ചാൽ, അവൻ നിന്റെ ഭവനത്തിൽ വരും. ഇനി ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. Oh, I am feeling the anointing of Jesus. അവൻ ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. അവർ വിളിച്ചതിനാൽ അവൻ ആ വീട്ടിൽ ചെന്നു. ഈ ശരീരം, ബ്രദറെ സിസ്റ്ററെ കേൾക്കുന്നോ? നിന്റെ ഈ ശരീരം ഇല്ലേ, എന്റെ നിങ്ങളുടെ ശരീരം ഇല്ലേ, ഇത് ദൈവത്തിന്റെ വീടാണ്. ഇത് മന്ദിരമാണ്. ഈ മന്ദിരത്തിലേക്ക് വരാൻ, ഇതിനകത്തേക്ക് വരാൻ ഇന്ന് നീ യേശുവിനെ ക്ഷണിക്കണം. നിന്നെ നയിക്കാൻ നീ ക്ഷണിക്കണം, വിളിക്കണം. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, യേശു കർത്താവ് ആ വീട്ടിലെത്തി അവരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് നുറുക്കി, വാക്യം 30, അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. 31 വാക്യം, ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവർ പറയുന്നു, അവൻ വഴിയിൽ നമ്മോട് തിരുവെഴുത്തുകളെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം നമ്മളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അടുത്ത വാക്യം കൂടെ നോക്കിക്കോ. അന്ന് തന്നെ, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അവരുടെ ഭവനത്തിലെത്തി. യേശു കർത്താവ് ആ ഭക്ഷണമേശയിൽ അപ്പം എടുത്തു നുറുക്കി അവരുടെ മുമ്പിലേക്ക് നീട്ടി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അവൻ അപ്പം എടുത്തു നുറുക്കി അവരുടെ മുൻപിലേക്ക് നീട്ടി. അവൻ നിന്റെ മുമ്പിലേക്ക് വിളമ്പുന്ന ഈ വചനമാകുന്ന അപ്പം നീ സ്വീകരിച്ചാൽ, നീ വാങ്ങി ഭക്ഷിച്ചാൽ, നിന്റെ കണ്ണ് തുറക്കും. നീ അറിയേണ്ടവനെ അറിയും, നീ കാണേണ്ടവനെ കാണും. ഓ, നിനക്ക് തിരിച്ചറിവുകൾ ലഭിക്കും.
കരമടിച്ച് കർത്താവിനെ ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. Hallelujah. Thank you, Jesus. I'm telling you, ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നു, ജീവന്റെ വചനം, Amen. മന്ന, അപ്പം കർത്താവ് അങ്ങോട്ട് നുറുക്കി അനുഗ്രഹിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തരുമ്പോൾ അതിനെ അങ്ങ് തള്ളിക്കളയാതെ, മതം പറയാതെ, പാരമ്പര്യം പറയാതെ നീ അതിനെ അങ്ങ് സ്വീകരിച്ചാൽ നിന്റെ കണ്ണ് തുറക്കും. നീ അവനെ കാണും, നീ അവനെ അറിയും, നീ അവനെ കാണും, നീ അവനെ അറിയും. സ്വീകരിക്കുക, സ്വീകരിക്കുക. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. അവൻ അവരുടെ കണ്ണ് തുറന്നു. Amen. Today, my Jesus can open Amen. your spiritual eyes. Yes. Yes. ആത്മതലങ്ങളിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ ഇപ്പോൾ ജഡത്തിൽ നിൽക്കുന്ന ക്രിസ്തു അല്ലത്. ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു ക്രൂശിതനായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ആത്മതലങ്ങളിൽ നിൽക്കുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കാണാൻ ഈ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് സാധ്യമല്ല. He will open your spiritual eyes. ആത്മകണ്ണുകളെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൂതന്മാരെ കാണാൻ, സ്വർഗീയമായത് കാണാൻ. Heavenly realms, heavenly realms, in the name of Jesus. I receive it. ഇത് ആത്മതലങ്ങളെ കാണാൻ എലീശ തന്റെ കൂടെ നിന്ന തന്റെ ശിഷ്യനായ ഗേഹസിയുടെ കണ്ണു തുറന്നു. അവൻ താഴ്വരയിലുള്ള അശ്വരഥങ്ങളെയും സൈന്യങ്ങളെയും കണ്ടു. ബൈബിൾ പറഞ്ഞു, യേശു അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ അറിഞ്ഞു. ഇതുവരെ നീ അറിയാതിരുന്ന ചിലത് അറിയാൻ, ഇതുവരെ നീ കാണാതിരുന്നത് ചിലത് കാണാൻ, ഇതുവരെ നിനക്ക് റിവീലാകാത്ത ചിലത് റിവീലാകാൻ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവിന് നിന്റെ കണ്ണുകളെ തുറക്കാൻ കഴിയും. അവൻ അവർക്ക് അപ്രത്യക്ഷമായി. ഈ ശുശ്രൂഷയെ വളരെ സ്നേഹിക്കുന്ന ആത്മീയ മക്കളോട് എനിക്ക് പറയാനുള്ളത്, അതിനകത്തെ ആ ഒരൊറ്റ വേർഡാണ്, അവർ അവനെ അറിഞ്ഞു. യേശുവിനെ അറിയുക. യേശുവിനെ അറിയേണ്ട വേണം അറിയുക. വേർഡ് 32. അന്നു തന്നെ വഴിയിൽ നമ്മോട് സംസാരിച്ച് അവൻ തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. വാക്യം 33 എഴുതിയിരിക്കുന്നു. ഇങ്ങോട്ട് വരാൻ 11 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ എത്ര കിലോമീറ്റർ ആണ്? അപ്പൊ ഒരു ദിവസം ഈ കുടുംബം എത്ര കിലോമീറ്റർ നടന്നു? ആ നാഴികയിൽ അന്ന് തന്നെ 22 കിലോമീറ്റർ ഒരു ദിവസം നടക്കാനുള്ള എനർജി, കരുത്ത് അവൻ പറഞ്ഞ വാക്കുകൾക്കകത്തുണ്ട്. നിന്റെ ആത്മാവിൽ തീ പിടിപ്പിക്കുകയാണ്, നിന്റെ അസ്ഥികളെ അത് ബലപ്പെടുത്തുകയാണ്. അവന്റെ വചനം, അവന്റെ വചനം നിന്റെ അസ്ഥികളിൽ തീ പിടിപ്പിക്കുകയാണ്. അവന്റെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുകയാണ്. അവന്റെ ശബ്ദം വൃക്ഷത്തിന്റെ തോൽ ഇരിക്കുകയാണ്. അവൻ
ദൈവത്തിന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുകയാണ്. ഇവരെവിടേക്ക് അന്ന് രാത്രി തന്നെ തിരിച്ചുപോയി? എന്തായിരുന്നു കർത്താവിന് ഇത്ര നിർബന്ധം ഇവരെ തിരിച്ച് യെരൂശലേമിൽ കൊണ്ടുപോകാൻ? ഇത്രയും നടന്നു വന്നവരെ തിരിച്ച് അന്ന് തന്നെ കൊണ്ടുപോകാൻ? നിങ്ങൾക്കൊരു സത്യം അറിയാവോ? വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരം വിട്ടു പോകരുത്. സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വരും എന്ന് യേശു ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്തം റിലീസ് ചെയ്തില്ലേ? ആ കേട്ട, ആ പ്രോമിസ് കേട്ട, ആ വാഗ്ദത്തം കേട്ട രണ്ടുപേരാണ് ഇവർ. അങ്ങ് സെഹിയോൻ മാളികയിൽ 120 പേരുടെ മേളിലല്ലേ വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്? ഇവര് രണ്ടെണ്ണോ എമ്മോസിൽ ഇരുന്നാൽ രണ്ടെണ്ണം അവിടെ മിസ്സിംഗ്. കാരണം പരിശുദ്ധാത്മാവ് വരുന്നത് എമ്മോസിലല്ല, ജെറുസലേമിലാണ്. പരിശുദ്ധാത്മാവ് വരും, അത് നിങ്ങൾ സ്വീകരിക്കണം. നഗരം വിട്ടു പോകരുതെന്ന് വാഗ്ദത്തം കേട്ട രണ്ടെണ്ണം റൂട്ട് തെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വരുന്നത് ജെറുസലേമിലാണ്, എമ്മോസിലല്ല. വാഗ്ദത്തം കേട്ടവൻ വാഗ്ദത്തത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോഴും വാഗ്ദത്തം ചെയ്തവൻ അവനെ വലിച്ച് അവിടെ കൊണ്ടിടുകയാണ്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മേലൊരു ദൈവിക വാഗ്ദത്തം ഉണ്ടെങ്കിൽ അത് നിന്നിൽ സംഭവിക്കാൻ എന്റെ കർത്താവ് ഏത് റൂട്ടും എടുക്കും. നിന്റെ പ്രോമിസിലേക്ക് അവൻ നിന്നെ കൊണ്ടുവരും. നിന്റെ വാഗ്ദത്തത്തിലേക്ക് അവൻ നിന്നെ കൊണ്ടുവരും. നീ എത്ര ദൂരെ പോയാലും, നീ എത്ര അകന്നു പോയാലും, നീ എത്ര വിദൂരത്തായെങ്കിലും കർത്താവ് തിരിച്ചു പിടിക്കും. കർത്താവ് തിരിച്ചു കൊണ്ടുവരും. ഇതിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവം തന്റെ വചനത്തിലൂടെയോ തന്റെ ദാസന്മാരിലൂടെയോ ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്. God is going to remember. നിങ്ങൾ നോർത്തെ, ജെറുസലേമിൽ സഹിയോൻ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയത്ത് ഈ വാഗ്ദത്തം കേട്ട രണ്ടെണ്ണം എമ്മൗസിലെ വീട്ടിലിരുന്നാൽ അവരിൽ അത് വരുവോ? വരുവോ? നിന്റെ മേളിലൊരു വാഗ്ദത്തം ഉണ്ട്. നീ എടുക്കാത്ത സ്റ്റെപ്പ് നിനക്ക് വേണ്ടി ദൈവം എടുക്കും. അവരുടെ കണ്ണടച്ചതാരാ? അവരുടെ കണ്ണുകളെ നിരോധിച്ചതാരാ? പറമോനെ ആശിഷ ആരാ? യേശുവാണോ? അവരുടെ കണ്ണ് തുറന്നതാരാ? അപ്പൊ അടച്ചതാരാ? തുറന്നാരാ? എന്തെങ്കിലും അവൻ അടച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലുത് തുറക്കാൻ വേണ്ടിയാണ്. He's going to open something to you in the name of Jesus. വൻവിനകൾ വന്നിടുകിൽ ഹൃദയം വൻവിനകൾ വന്നിടുകിൽ വല്ലഭൻ വന്നിടുമോ പിന്നെ
ഞാൻ കൂടെയുണ്ട്, എന്നൂര ചെയ്തവൻ കൂടെയുണ്ട്. ഉറപ്പുള്ളവർ ചേർന്ന് പാടിയേ. ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്, എന്നൂര ചെയ്തവൻ കൂടെയുണ്ട്. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. കരങ്ങൾ ഉയർത്തി. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. യേശു, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും കാൽവരി മലമേൽ കയറി, മുൾമുടി ശിരസിൽ വാങ്ങിച്ചു. കാൽവരി മലമേൽ കയറി, മുൾമുടി ശിരസിൽ വാങ്ങിച്ചു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങളെ ഇപ്പോൾ കാണുന്ന, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ അനുഗ്രഹീതരായ മക്കൾക്കായി, കർത്താവിന്റെ ജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യും. ദൈവം നോഹയെ ഓർത്തപ്പോൾ പ്രളയങ്ങൾ അവസാനിച്ച് ഒരു പുതിയ സീസൺ ദൈവം അവിടെ ആരംഭിച്ചു. ദൈവം അബ്രഹാമിനെ ഓർത്തു, അവരെ പ്രിസർവ് ചെയ്തു, അവരെ സംരക്ഷിച്ചു. ദൈവം റേച്ചലിനെ, റാഹേലിനെ ഓർത്തു, അടഞ്ഞുപോയ അവളുടെ ഗർഭപാത്രം, ഗർഭം തുറന്നു. ദൈവം നിങ്ങളെ ഓർക്കുമ്പോൾ അടഞ്ഞ വഴികൾ ഇനി ഒരിക്കലും സാധ്യമാകില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. ദൈവം എൽക്കാനയും ഹന്നായെയും ഓർത്തു. ദൈവം ഹന്നായെ ഓർത്തപ്പോൾ അടുത്ത ആണ്ടിൽ അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി. ശക്തനായ പ്രവാചകനായ സാമുവേലിനെ ദൈവം അവൾക്കായി നൽകി. വാഗ്ദത്ത തലമുറകൾ, വാഗ്ദത്ത സന്തതികൾ, രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന പ്രവാചകന്മാർ നിന്റെ ഭവനത്തിൽ ഉണ്ടാകട്ടെ. രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന പ്രവാചകന്മാർ ഹന്നമാരെ ഓർക്കുമ്പോൾ അവരുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ. എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം ക്ലെയോപ്പാവിനെയും ഭാര്യയെയും ഓർത്തു. വാടിയ മുഖത്തോടെ നിരാശരായി സഞ്ചരിച്ച
ആ കുടുംബത്തോട് കൂടെ യേശു ചേർന്ന് നടന്നു. യേശു ചേർന്ന് നടന്നു. ഇന്നയോളം എന്നെ നടത്തിയ കർത്താവ് അല്ലേ, അവൻ എന്നോട് കൂടെ ചേർന്ന് നടന്നു. നിരാശരായിരുന്നവരുടെ നിരാശയുടെ വിടവുകളെ അടച്ച് അവൻ ചേർന്ന് നടന്നു. അവരാശിച്ചത്, ക്ലെയോപ്പാവും ഭാര്യയും ആശിച്ചത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോൾ അവർക്ക് നിരാശ വന്നു. ആ നിരാശയുടെ വിടവുകളിൽ സാത്താൻ കയറാതെ യേശു അവരോട് ചേർന്ന് നടന്നു. ഈ കർത്താവ് നിന്റെ അകത്തുള്ള വേദനയുടെ, വിഷമങ്ങളുടെ, നിരാശയുടെ എല്ലാ വിടവുകളെയും അടയ്ക്കട്ടെ. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുക. പ്രതിസന്ധി കാലഘട്ടത്തിൽ, വെല്ലുവിളിയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്ക്. യേശുവിനോട് ചേർന്ന് നിൽക്ക്. നിന്റെ വാഗ്ദത്തത്തിൽ കർത്താവ് നിന്നെ എത്തിക്കും. നിന്റെ ആത്മക്കണ്ണുകളെ അവൻ നുറുക്കിത്തരുന്ന ജീവന്റെ അപ്പമാകുന്ന വചനം തുറക്കും. വാഗ്ദത്തത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ നിന്റെ കുടുംബത്തെ വാഗ്ദത്ത ദേശത്തിൽ എത്തിച്ച് വാഗ്ദത്തത്തെ നിന്റെ ശിരസിന്റെ മേളിൽ ദൈവം പകരും. ഏകദേശം 22 കിലോമീറ്റർ, 14 മൈൽ. ജെറുസലേമിൽ നിന്ന് എമ്മോസിലേക്ക് 7 മൈലാണെങ്കിൽ എമ്മോസിൽ നിന്ന് ജെറുസലേമിലേക്കും 7 മൈലുണ്ട്. 14 മൈൽ നടക്കാൻ ആ കുടുംബത്തിന്റെ കാലുകൾക്ക് കരുത്ത് പകർന്നത്, ശക്തി പകർന്നത് യേശുവിന്റെ വാക്കുകളാണ്, അവന്റെ വചനങ്ങളാണ്. കർത്താവ് പറയുന്നു, നീ ടയർഡായി പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. കർത്താവ് നിന്നെ ശക്തീകരിക്കുകയാണ്, വചനങ്ങളിലൂടെ ശക്തീകരിക്കുകയാണ്, ആത്മാവിനെ ശക്തീകരിക്കുകയാണ്. ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും ഓർക്കുന്ന, ഹന്നായെ ഓർത്തവൻ, റാഹേലിനെ ഓർത്തവൻ, നോഹയെ ഓർത്തവൻ, അബ്രഹാമിനെ ഓർത്തവൻ, താഴ്ചയിലിരുന്ന മുഴുവൻ ജനത്തെയും ഓർത്തവൻ, ക്ലെയോപ്പാവിനെ ഭാര്യയും ഓർത്തവൻ നിങ്ങളെയും ഓർക്കുകയാണ്. You can see the open heaven. ഒരു തുറക്കപ്പെട്ട സ്വർഗം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടും. ഒരു തുറക്കപ്പെട്ട സ്വർഗം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടും. ഒരു തുറക്കപ്പെട്ട സ്വർഗം. അവൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന്, ആകാശം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത് ഹെവൻ എന്നാണ്. ഹെവന്റെ വാതിലുകൾ, ഹെവന്റെ വിൻഡോകൾ നിന്റെ മുമ്പിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം എന്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. ഇതുവരെ എന്തൊക്കെയോ വെയിറ്റ് ചെയ്തിരുന്നത് ദൈവം നിങ്ങളെ ഓർക്കുമ്പോൾ, ഹന്ന വെയിറ്റ് ചെയ്തിരുന്ന ശമൂവേൽ വന്നു, റാഹേൽ വെയിറ്റ് ചെയ്തിരുന്ന തലമുറ വന്നു, പട്ടണത്തെ നയിക്കുന്ന ജോസഫുമാർ അവിടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു. Thank you, Holy Spirit. Thank you, Holy Spirit. മക്കളെ, എന്താ ക്ലെയോപ്പാവിനെയും മറിയത്തെ യേശു മറക്കാഞ്ഞ്? ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് തന്നെ എന്താ അവരുടെ കൂടെ നടന്നേ? കുരിശിന്റെ ചുവട്ടിലും യേശുവിന്റെ വ്യഥകളിലും വേദനകളിലും ആ കുടുംബം കർത്താവിനോട് കൂടെ ഉണ്ടായി. മക്കളെ, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ, കർത്താവിനും തന്റെ വചനത്തിനു വേണ്ടി നിന്നാൽ, ഏത് പ്രതിസന്ധികളുടെ നടുവിലും മടുത്തു പോകാതെ കർത്താവിന് വേണ്ടി നിലകൊണ്ടാൽ, നിന്റെ വിഷയങ്ങളിൽ, നിന്റെ നിരാശയിൽ, നിങ്ങളുടെ ആവശ്യത്തിൽ, പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ സ്വർഗം മുഴുവൻ, all the angels, മുഴുവൻ ദൂതന്മാരും, സ്വർഗവും യേശു കർത്താവും നിങ്ങളുടെ കൂടെ സ്റ്റാൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവം.